ഇനി നമ്മൾ പോകുന്നത് ചാലക്കുടിയിലേക്കാണ്. ചാലക്കുടിയിൽ 71.68 ആണ് അന്തിമമായി പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരമുള്ള വോട്ടിംഗ് ശതമാനം. കെ ഉമേഷ് വിവരങ്ങൾ നൽകും. ചാലക്കുടി മണ്ഡലത്തിൽ പൊതുവെ ഇന്ന് സമാധാനപരമായാണ് വോട്ടെടുപ്പ് പുരോഗമിച്ചത്. രാവിലെ പലയിടത്തും പോളിംഗ് വൈകുന്ന ഒരു പ്രശ്നം അനുഭവപ്പെട്ടിരുന്നു. അതായത് വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് കാരണം പലയിടത്തും അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ വരെ താമസിച്ച് പോളിംഗ് തുടങ്ങിയ പല മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു, പല ബൂത്തുകളും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പ്രശ്നം പരിഹരിച്ചു. അതുകൊണ്ട് തന്നെ രാവിലെ പോളിംഗ് അല്പം മന്ദഗതിയിലായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ഒരു 3 മണി വരെയുള്ള കണക്ക് പറയുമ്പോൾ തന്നെ ഏതാണ്ട് 50% മുകളിൽ ചാലക്കുടി മണ്ഡലത്തിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ, അതായത് പോളിംഗ് അവസാനിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ അതിലൊരു അന്തിമ കണക്ക് വരാത്തതുകൊണ്ട് തന്നെ അതിലൊരു കൃത്യമായ കണക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ തവണ 80.49% അവസാനത്തെ പോളിംഗ് നില. അതിലേക്ക് എത്തുമോ എന്നുള്ളത് അന്തിമ കണക്ക് വരുമ്പോൾ മാത്രമേ അതിൽ വ്യക്തത വരികയുള്ളൂ. ഏതായാലും ഉച്ച വരെ വളരെ വേഗത്തിലായിരുന്നു പോളിംഗ് പുരോഗമിച്ചെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം അല്പം മന്ദഗതിയിലായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ഉണ്ടായിരിക്കുന്നത് കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിലാണ്. മുൻ വർഷങ്ങളിലും അത്തരത്തിൽ തന്നെയാണ് ഉണ്ടാകാറുള്ളത്. ഈ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം വരാറുള്ളത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ തന്നെയാണ്. ഇത്തവണയും ആ തരത്തിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം പോളിംഗ് ബൂത്തുകൾ സന്ദർശിക്കുകയുണ്ടായി. ശരി, ഉമേഷ് പറഞ്ഞതുപോലെ രാവിലെ ഭേദപ്പെട്ട പോളിംഗ് ഈ ബൂത്തുകളിലൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. 3 മുന്നണികൾക്ക് പുറമെ 2020 കൂടി സാന്നിധ്യമുള്ള മണ്ഡലമാണ് ചാലക്കുടി.